യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാം വാക്യം. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. ഇങ്ങനെ പറയാൻ നമുക്ക് എന്ന് കഴിയും? കർത്താവിന് 33-ാമത്തെ വയസ്സിൽ കഴിഞ്ഞു. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ചികിത്സയും നമ്മുടെ ആദിയും വ്യാധിയും എല്ലാം ഇവിടെ അധികകാലം ഇരിക്കാൻ വേണ്ടി ആണല്ലോ നമ്മളെല്ലാവരും. എന്നാൽ നമ്മുടെ കർത്താവ് 33-ാമത്തെ തിരുവയസ്സിൽ പറയുന്നു, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. ഇങ്ങനെ പറയണമെങ്കിൽ തങ്ങൾ ആരാണെന്നും തങ്ങൾ എന്തിനു വേണ്ടി ഇവിടെ വന്നു എന്നും തങ്ങൾ ഇവിടം വിട്ടാൽ എവിടേക്കാണെന്നും കൃത്യമായ ബോധ്യം ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. കോൺഫിഡൻസിൻ്റെ ഒരു വാക്ക്, ലക്ഷ്യബോധത്തിൻ്റെ ഒരു വാക്ക്, തിരിച്ചറിവിൻ്റെ ഒരു വാക്ക്. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മളിവിടെ എങ്ങനെ വന്നു? എവിടുന്ന് വന്നു? ആര് നമ്മെ അയച്ചു? ഇതെല്ലാം ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, പകലുള്ളിടത്തോളം നാം അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടതാകുന്നു. പിതാവേ, ഞാൻ ഇനിയും ലോകത്തിൽ ഇരിക്കുന്നില്ല. 17:4 ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പുത്രൻ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് പറയുകയാണ്, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. നാം ലോകത്തിൽ ആയിരിക്കുന്നത് ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ്. ആ ദൗത്യ നിർവഹണം സംബന്ധിച്ച് നമുക്കൊരു ഉറപ്പ് വേണം. അത് പൂർത്തിയായാൽ നമുക്ക് ട്രാൻസ്ഫറാണ്. ഇത് നമുക്കൊക്കെ പറ്റുന്ന കാര്യമാണോ പാസ്റ്ററെ? ഇത് യേശു കർത്താവിന് മാത്രമുള്ളതല്ലേ എന്ന ഒരു ചിന്ത മനസ്സിൽ വന്നാൽ നാം അതിനെ തോൽപ്പിക്കണം. നാം അവൻ്റെ കാൽ ചൂടെ പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. ലോകജീവിതം ഒരു താൽക്കാലിക കൂടാരവാസമാണെന്നുള്ള അതിഗംഭീരമായ മുന്നറിയിപ്പ് ഈ വചനം നമുക്ക് തരികയാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ. ഇവിടെ ദീർഘകാലം തുടരുവാൻ നമുക്ക് പദ്ധതി വേണ്ട. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. നമുക്ക് തിരിച്ചറിയാം. കർത്താവ് കൃപ തരട്ടെ.